ജംഗൂൺ അവിടേക്ക് വരുന്ന കാര്യം ടെയൂൺ വിളിച്ചിട്ട് ആ മെന്റൽ ഹോസ്പിറ്റലിന്റെ ഡയറക്ടറെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ടെയൂൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വരുന്നത്, കഴിഞ്ഞ 8 വർഷത്തിനിടയ്ക്ക് ഒരു പ്രാവശ്യം പോലും ഇങ്ങോട്ടേക്ക് വന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് തോന്നിയില്ലല്ലോ, എന്ത് പറ്റി ഇപ്പോൾ വരാനെന്ന് അയാൾ ചോദിക്കും. അതിനവൻ മറുപടി പറയത്തില്ലെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നത്, അയാള് അവിടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പ് വരുത്തണമായിരുന്നു, ഇവിടെ തന്നെ കുടുങ്ങിപ്പോയിട്ടുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്നെനിക്ക് ഉറപ്പാക്കണമായിരുന്നു. അവൻ കാരണം മറ്റൊരാളെ കൂടി എനിക്ക് നഷ്ടപ്പെടുത്തില്ലെന്നും എനിക്ക് ഉറപ്പാക്കണം എന്നാണ്. ഈ ആവശ്യമായിട്ട് ടെയുവിന്റെ അടുത്ത് ചെന്നപ്പോൾ അവൻ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. അവിടെ പോയതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, അയാൾ അവിടെ തന്നെയാണ്, പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല, പിന്നെ നീ എന്തിനാണ് ഇത് ചെയ്യുന്നത്, അവിടെ ചെല്ലുന്നത് ഒരു കാരണവശാലും നിനക്ക് നല്ലതിനല്ല. പിന്നെ ഹാജൻ ഒരു സെലിബ്രിറ്റിയാണ്, ഒരുപാട് ഒബ്സസ്ഡ് ആയിട്ടുള്ള ഫാൻസ് ഉണ്ടാവും, ഇത് ഇത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, സീരിയസ് ആയിട്ട് എടുക്കണ്ട എന്ന് ഞാൻ 8 വർഷം മുമ്പ് വിചാരിച്ചതിന്റെ ബാക്കി ഫലമാണ് ഞാൻ പിന്നീട് അനുഭവിച്ചത്, അതിനി വീണ്ടും സംഭവിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് അവൻ പറയും. ഒരിക്കൽ മഴയായിരുന്നപ്പോൾ ഇയാളുടെ കൺവീനിയൻസ് സ്റ്റോറിന്റെ ഫ്രണ്ടിലേക്കാണ് സെയൂൺ കയറി നിൽക്കുന്നത്. അപ്പൊ അയാൾ അകത്തുനിന്ന് ഒരു കുട എടുത്തുകൊണ്ട് പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കിനും ജംഹൂൺ കുടയായിട്ട് വന്നിട്ടുണ്ടാവും. രണ്ടുപേരും കൂടി പോകാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇയാൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ജംഹൂൺ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നീട് ഇവൻ സെയൂണിന് ഒരു റിംഗ് ഒക്കെ ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. മാച്ചിങ് റിംഗ്സ് ഒക്കെ രണ്ടുപേരും വാങ്ങിച്ചിട്ടു. അതൊക്കെ ഇട്ട് നോക്കുന്ന സമയത്ത് കഫേയിൽ വെച്ചിട്ടും ഇയാളെ ജംഹൂൺ കാണുന്നുണ്ട്. അങ്ങനെ പല സ്ഥലത്തും അയാളുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ അയാളെ സംശയിച്ചില്ല. അയാളുടെ വീട് അവിടെ അടുത്ത് ആയതുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരിക്കലെങ്കിലും ഞാൻ സംശയിച്ചിരുന്നെങ്കിൽ സെയൂൺ അത് സംഭവിക്കത്തില്ലായിരുന്നു. സെയൂണിന്റെ മരണത്തിന് കാരണക്കാരൻ ഞാനാണ്. ഒരിക്കൽ കൂടി അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ, എനിക്കറിയാവുന്ന ഒരാൾക്ക് സംഭവിക്കുവാണെങ്കിൽ പിന്നെ എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് അവൻ സെയൂണിന്റെ അടുത്ത് പറയുന്നത്. ഹാലോന്റെ ഒരു കമ്മല് കാണാതെ പോവും. അതിന്റെ പേരന്റെ ഒരെണ്ണേ ഉള്ളൂ, മറ്റേത് കാണുന്നില്ല. അവൾ അവിടെ എല്ലാം നോക്കുന്നുണ്ട്, ഹാക്കിങ് നോക്കുന്നുണ്ട്, പക്ഷെ അവൾക്ക് അത് കിട്ടത്തില്ല. പുതിയ ഡ്രാമയുടെ മീറ്റിങ്ങിന് വേണ്ടി പോകാനായിട്ട് ഹാജൻ ഇറങ്ങുമ്പോൾ ജംഹൂൺ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും ഞാൻ വിളിക്കാനായിട്ട് വരണമെന്ന് ചൂട് ചോദിക്കുമ്പോഴത്തേക്കിനും വേണ്ട, തിരിച്ച് ഞാൻ കൊണ്ടുവിട്ടോളാം എന്ന് ജംഹൂൺ അവനോട് പറയും. അങ്ങനെ ഇവര് രണ്ടുപേരും ഡയറക്ടറിനെയും റൈറ്ററിനെയും ആയിട്ട് മീറ്റ് ചെയ്യും. റൈറ്റർ ഒരു ലേഡിയാണ്. അവർക്ക് ഒരുപാട് സംശയങ്ങൾ ജംഹൂണിന്റെ അടുത്ത് ചോദിക്കാനായിട്ടുണ്ട്. ഞാനെല്ലാം എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ടെന്നൊക്കെ പറയും. എന്നിട്ട് ഹാജന്റെ അടുത്ത് പറയുന്നത്, എനിക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു ഇയാളെ ഈ കഥാപാത്രം ഏൽപ്പിച്ചാൽ നന്നായിട്ട് ചെയ്യുമെന്ന്, അതുകൊണ്ട് ഞാൻ ഇയാളുടെ മൂവി പോയി കണ്ടു, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അന്നേരമാണ് എനിക്ക് ഉറപ്പായതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഡയറക്ടർ ആണെങ്കിൽ ഒരു താല്പര്യം ഇല്ലാത്ത കൂട്ടാണ് ഇരിക്കുന്നത്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും അവർ രണ്ടുപേരും ബിസിയാണ്, അതുകൊണ്ട് നമുക്ക് കുറച്ച് വൈൻ കുടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് വൈനൊക്കെ ഷെയർ ചെയ്യും. ഇവർ ഫുഡ് കഴിച്ചു തുടങ്ങുമ്പോൾ ഒരു ഡിഷ് ഷ്രിമ്പാണ്. അത് ആ റൈറ്റർ ഹാജന്റെ നേർക്ക് നീട്ടി വെച്ച് കൊടുക്കും. അവൾ അത് എടുക്കാൻ തുടങ്ങുമ്പോൾ ജംഹൂൺ സമ്മതിക്കത്തില്ല. കാരണം ഇവക്ക് ഷ്രിമ്പ് അലർജി ആണെന്ന് പണ്ട് സെയൂൺ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവക്കത് തിരിച്ചറിയാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഓരോ പ്രാവശ്യവും ഇത് കഴിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും. ചെറുതായിരുന്നപ്പോൾ അവൾക്ക് ഇത് ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് കഴിക്കുമായിരുന്നു. അങ്ങനെ വലുതായിട്ട് ഒരു പ്രാവശ്യം കഴിച്ചു കഴിയുമ്പോഴത്തേക്കിനും സീരിയസ് ആയിട്ട് ഇവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അന്നാണ് അത് ഷ്രിമ്പിന്റെ അലർജി ആണെന്ന് തിരിച്ചറിയുന്നത്. ഇതൊക്കെ ഓർത്തിട്ടാണ് അവൻ കഴിക്കാൻ സമ്മതിക്കാത്തത്. ഷ്രിമ്പ് ആണെന്ന് പറയുമ്പോഴാണ് അവളും അത് ശ്രദ്ധിക്കുന്നത്. അത് കാണുന്ന റൈറ്റർക്ക് സന്തോഷമാണ്. ഗേൾഫ്രണ്ടിന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു ബോയ് ഫ്രണ്ട് ആണല്ലോ, നിങ്ങളെ എങ്ങനെ കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ടെന്നൊക്കെ പറയും. ഹാജൻ നേരം പതുക്കെ അവനോട് ചോദിക്കും, എങ്ങനെ അറിയാം, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന്. അതിന് റിപ്ലൈ കൊടുക്കാതെ റെസ്റ്റ് റൂമിലേക്ക് പോവാണെന്ന് പറഞ്ഞ് ജംഹൂൺ അവിടെ നിന്ന് ഇറങ്ങും. പുറകെ റൈറ്റർ വാങ്ങിനും ഒരു കോൾ വരും. ആ ലേഡിയും പുറത്തേക്ക് ഇറങ്ങും. അന്നേരം ഡയറക്ടർ ഇവളോട് ചോദിക്കും, ഇയാൾ കോൺഫിഡന്റ് ആണോ എന്ന്. ഉടനെ അവള് പറയും, എനിക്ക് അത്രയ്ക്ക് ആത്മവിശ്വാസമൊന്നുമില്ല, പക്ഷെ ഞാൻ ട്രൈ ചെയ്യാന്ന് പറയുന്ന ഉടനെ ഇയാൾ തിരിച്ചു ചോദിക്കുന്നത്, എങ്കിൽ പിന്നെ ഇയാൾ എന്തിനാണ് അഭിനയിക്കാനായിട്ട് നിൽക്കുന്നത്, വെറുതെ എല്ലാവരുടെയും സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. റൈറ്റർ ഹാങ്ങിനാണ് ഇയാള് നായികയാവണമെന്ന് നിർബന്ധമുള്ളത്. എനിക്ക് ഒട്ടും താല്പര്യമില്ല, കാരണം എനിക്ക് എൻ്റെ നായിക നല്ല എലിഗന്റ് ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. താൻ അങ്ങനെയൊന്നും അല്ലാന്ന് സ്വയം അറിയാമല്ലോ, അപ്പൊ പിന്നെ നമ്മുടെ രണ്ടുപേരുടെയും സമയം വേസ്റ്റ് ചെയ്യണ്ടെന്നൊക്കെ പറയും. ഇവക്ക് എന്ത് പറയണം എന്ന് അറിയത്തില്ല. ഇയാളുടെ ബോയ് ഫ്രണ്ട് ഒരു ന്യൂസ് ആങ്കർ ആയതുകൊണ്ടല്ലേ ഇയാൾക്ക് ഇതിൽ അഭിനയിക്കണമെന്ന് ഇത്ര നിർബന്ധം. പിന്നെ ഇയാൾക്കൊരു പ്രത്യേക ടാലന്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇത്രയും മിടുക്കരായ പ്രശസ്തരായ ആൾക്കാരെയാണല്ലോ എപ്പോഴും ഡേറ്റ് ചെയ്യുന്നത്. റൈറ്റർ ഹാങ്ങിനും ആങ്കർ ലീയെ ഇഷ്ടമാണ്, അതുകൊണ്ടായിരിക്കാം ഇയാൾ തന്നെ ഇതിൽ അഭിനയിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും സ്ക്രിപ്റ്റ് റീഡിംഗ് ഒക്കെ വരുമ്പോൾ തന്നെ ഇതിനൊന്നും പറ്റത്തില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞോളും. നമുക്ക് അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും എനർജി വേസ്റ്റ് ചെയ്യാതിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവള് പറയും, സാർ ആ പറഞ്ഞത് ശരിയായില്ല, കണ്ടോ, ഇയാൾക്കും എന്നെ ഇഷ്ടമല്ല, എനിക്കും ഇയാളെ ഇഷ്ടമല്ല, പിന്നെ എന്തിനാണ് നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുന്നത്. റൈറ്ററിന്റെ അടുത്ത് ഇയാൾ ബിസി ആണെന്നോ ഇയാൾക്ക് എന്തെങ്കിലും അസുഖമാണെന്നോ ഒക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഈ ഡ്രാമയിൽ നിന്ന് ഒഴിവാകണം എന്നൊക്കെ പറയും. ഇതെല്ലാം ജംഹൂൺ പുറത്തു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൻ അകത്തേക്ക് വരും. അതിന്റെ പുറകെ റൈറ്റർ ഹാങ്ങും വരും. അപ്പോൾ ട്രെയിൻ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ, എല്ലാം നന്നായിട്ട് വരുമല്ലേ എന്ന് റൈറ്റർ ചോദിക്കുന്നുണ്ട്.
സ്ക്രിപ്റ്റ് റീഡിങ്ങിന്റെ സമയത്ത് ഇത്രയും നന്നായിട്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ അത്ഭുതപ്പെടുമെന്ന് അവൻ അർത്ഥം വെച്ചിട്ട് തിരിച്ചു പറയും. എനിക്കത് മതി എന്ന് പറയുമ്പോൾ ഇവൻ വീണ്ടും ചോദിക്കും, ഞങ്ങള് റിലേഷനിലായതുകൊണ്ടല്ലോ ഈ റോള് ഹാജിന് കൊടുക്കാമെന്ന് തീരുമാനിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും അല്ല എന്ന് റൈറ്റർ മറുപടി പറയും. അല്ല, ഞാനൊരു ന്യൂസ് ആങ്കർ ആയതുകൊണ്ടാണ് എന്റെ ഗേൾഫ്രണ്ടിന് ഈ റോള് കിട്ടിയെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാലോ എന്ന് അവൻ അർത്ഥം വെച്ച് പറയും. അതെങ്ങനെ ശരിയാവും? പഠിപ്പിച്ചു കൊടുക്കാനല്ലേ പറ്റുള്ളൂ, അഭിനയിക്കേണ്ടത് ഹാജിൻ തന്നെയല്ലേ. അല്ലെങ്കിൽ തന്നെ അങ്ങനെയൊക്കെ ആരെങ്കിലും വിചാരിക്കുമോ? അങ്ങനെയുള്ള ആൾക്കാരെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് എന്നൊക്കെ റൈറ്റർ ഇങ്ങനെ ഡയറക്ടറെ അടുത്ത് ചോദിക്കും. അയാൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അയാളെ കുറിച്ച് പറയുകയാണെന്ന് അയാൾക്ക് മനസ്സിലാകുന്നുണ്ട്. ശരിയാണ്, അങ്ങനെയുള്ള ആൾക്കാര് ഫൂളിഷ് ആണെന്ന് അവര് സ്വയം തിരിച്ചറിയണം എന്നൊക്കെ ജുങ്ഹൂണും പറയും. ഇങ്ങനത്തെ റൂമേഴ്സ് ഒന്നും ശ്രദ്ധിക്കാനായിട്ട് പോകണ്ട കേട്ടോ, നമുക്ക് നമ്മുടെ ജോലി നന്നായിട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് റൈറ്റർ ഹാൻ അവളെ അവിടുന്ന് വിടുന്നത്. തിരിച്ചു പോരുന്ന വഴി അവൾ സാധാരണ പോലെ സംസാരിക്കുന്നതൊന്നുമില്ല. അവനിങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും എനിക്ക് ഒരു ക്യാൻ ബിയർ വാങ്ങിച്ചു തരാമോ എന്ന് അവൾ ചോദിക്കും. ഒരുപാട് വൈൻ കുടിച്ചതല്ലേ, ഇനി ബിയറും കൂടെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒരു ക്യാൻ മതി എന്ന് അവൾ പറയും. കുറച്ച് കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നടന്നിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങി നടക്കും. പുറകെ ഞങ്ങൂണ് ചെല്ലും. നേരത്തെ ആ ഡയറക്ടർ എന്നോട് പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നല്ലേ എന്ന് അവൾ ചോദിക്കുന്നുണ്ടേ. എല്ലാം ഒന്നും കേട്ടില്ല, കുറച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ടു എന്ന് ജംഗൂൺ പറയും. അയാളുടെ അതേ അഭിപ്രായമാണോ എന്നെ പറ്റി എന്നോട് ചോദിക്കുമ്പോൾ എന്തിനാണ് അയാളെ പറ്റി അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ആ റൈറ്ററുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഒന്നും പറയാനുള്ള ധൈര്യം ഇല്ലായിരുന്നു. അവിടുന്ന് മാറിയപ്പോ ആക്ട്രസിനെ ത്രട്ടൻ ചെയ്ത ഒരാളെ എന്തിനാണ് മൈൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്? അത് കേട്ടില്ലെന്ന് വെച്ചൂടെ എന്ന് ചോദിക്കും. അപ്പൊ ഇവക്ക് കേൾക്കുമ്പോഴത്തേക്കിനും സന്തോഷം തോന്നും. കാഷ്വലായിട്ടാണ് ഇവൾ അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ആങ്കർലി ചോദിക്കുമ്പോഴത്തേക്കിനും എത്ര നാൾ പിന്നെ ഞാൻ ആങ്കർലിന്ന് വിളിച്ചുകൊണ്ടിരിക്കും, തിരിച്ചും എന്നോട് അങ്ങനെ തന്നെ സംസാരിച്ചോളാനായിട്ട് അവൾ പറയും. ഇവളിതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവൾക്ക് കുറച്ച് ആശ്വാസമുണ്ട്. ഇയാൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എന്ത് വിധേനയും അത് നേടിയെടുക്കും എന്നല്ലേ പറഞ്ഞത്. ആ റൈറ്ററുടെ ഡ്രാമയിൽ അഭിനയിക്കാൻ അത്രയും ആഗ്രഹം ഉണ്ടെന്നല്ലേ പറഞ്ഞത്. പിന്നെ എന്തിനാണ് അയാളെ പറ്റി ചിന്തിക്കുന്നത്? നമുക്കിത് നന്നായിട്ട് ചെയ്യണം എന്ന് ചിന്തിച്ചാൽ പോരെ എന്ന് അവൻ ചോദിക്കുമ്പോഴത്തേക്കിനും ഹാജിന് അത് ടച്ചിങ് ആയിട്ട് തോന്നും. ഇത് സ്വയം വരുത്തി വെച്ചതാണ്, എന്നെ പിന്നീട് ബ്ലെയിം ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഹാജിൻ ജംഹൂണിനെ കിസ് ചെയ്യും. ജംഹൂൺ പെട്ടെന്ന് തന്നെ അവളെ പിടിച്ചു മാറ്റിയിട്ട് നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയും. എന്തുകൊണ്ടാണെന്ന് അവൾ ചോദിക്കുമ്പോഴത്തേക്കും രണ്ടുപേരും ഇത് റിഗ്രറ്റ് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ എന്ന് പറയും. ഒരു കാരണവശാലും ഞാൻ റിഗ്രറ്റ് ചെയ്യത്തില്ല എന്ന് അവൾ പറയുന്ന ഉടനെ ഒരു പക്ഷേ എന്നെക്കാട്ടിൽ കൂടുതൽ ഇത് ആലോചിച്ച് വിഷമിക്കാൻ പോകുന്നത് ഇയാളായിരിക്കും എന്നാണ് അവൻ മറുപടി പറയുന്നത്. വരുന്നതിന് മുമ്പ് എന്തായി എന്നൊക്കെ വിളിച്ചു പറയണമെന്ന് ഹാക്കിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഹാജിൻ അവളെ വിളിക്കുന്നില്ല. നേരെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും എന്താ പറ്റിയെന്നൊക്കെ ഇവള് ചോദിക്കുന്നുണ്ട്. ഹാജിൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. പറയുന്നത് മുഴുവൻ എന്തിനാണ് എന്നോട് അങ്ങനെ നന്നായിട്ട് പെരുമാറിയത്, ഞാൻ ആ ശൃംഭം കഴിക്കട്ടെ എന്ന് വെച്ചാൽ പോരായിരുന്നു, എന്തിനാണ് എന്റെ സൈഡ് പിടിച്ച് സംസാരിച്ചതെന്നൊക്കെയാണ്. കുറച്ച് കഴിയുമ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് ഹാക്കിങ്ങിന് മനസ്സിലാവും. പക്ഷെ എന്താണെന്ന് ഇവൾ നേരെ പറയുന്നുമില്ല. പിറ്റേ ദിവസം ഒരു ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനിൽ വരുമ്പോൾ ആങ്കർ ലീയെ പറ്റി ഹാജിൻ ചോദിക്കുന്നില്ല. ഇന്നലെ എന്തോ പറ്റിയില്ലേ, എന്താ സംഭവിച്ചതെന്ന് ഹാക്കിങ് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നും സംഭവിച്ചില്ല എന്നാണ് ഇവൾ തിരിച്ചു പറയുന്നത്. അന്നേരം ആങ്കർ ലീ അവിടേക്ക് വരുന്നത് കാണുന്നുണ്ട്. ഹാക്കിങ്ങിനെ പിടിച്ച് ഇവള് ഒരു തൂണിന്റെ മറവിൽ ഒളിഞ്ഞു നിൽക്കും. ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്, എന്താണെന്ന് വേഗം പറഞ്ഞോളാനായിട്ട് പറയും. എന്തെങ്കിലും തെറ്റ് പറയുകയോ ചെയ്യുകയോ ചെയ്തോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ശരിയാണല്ലോ, ഞാൻ എന്തിനാണ് വിളിക്കുന്നത്, പോയി ഹലോ ഒക്കെ പറയാലോ, അതിന് വേറെ പ്രശ്നമില്ലല്ലോ എന്നൊക്കെ ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അന്നേരം ആങ്കർ ലീ ടേയൂണായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. ജോയും അവരുടെ കൂടെ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നിച്ച് ഫുഡ് കഴിക്കാനായിട്ട് പോകാം എന്നൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ശരിയാണല്ലോ, ഞാൻ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ പോയി ഗ്രീറ്റ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് ഇവള് നടന്നു വരും. അപ്പൊ അവിടെ ടേയൂണിന്റെ അടുത്ത് ജംഹൂൺ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണെന്നൊന്നും ഇവള് കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. കുറച്ചു ദൂരം നടന്ന് അവരുടെ ഫ്രണ്ടിലേക്ക് വരുന്നോണ്ടാണ് ടേയൂണിനെ അവള് ശ്രദ്ധിക്കുന്നത്. ഡോക്ടർ എന്താ ഇവിടെ എന്നാണ് അവൾ ആദ്യം ചോദിക്കുന്നത്. എന്നിട്ട് ഗ്രീറ്റ് ചെയ്യും. അവനും തിരിച്ച് ഗ്രീറ്റ് ചെയ്യും. നിങ്ങൾക്ക് തമ്മിൽ അറിയാമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും റിപ്പോർട്ടർ ജോ അവിടേക്ക് വരും. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന് എനിക്കറിയാം, ആങ്കർ ലീക്ക് ഒരു ഫ്രണ്ട് ഉണ്ടെന്നുള്ളത് എനിക്ക് അത്ഭുതമായിരുന്നു എന്നൊക്കെ അവനിങ്ങനെ പറയും. നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നോ എന്ന് ഉടനെ ഹാജിൻ ചോദിക്കും. രണ്ടുപേർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. റിപ്പോർട്ടർ ജോ ആണെങ്കിൽ നിർത്തുന്നില്ല. നമ്മൾ ഒന്നിച്ച് എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോവാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാന്ന് ജംഹൂൺ പറയും. ഉടനെ ഞാനൊരു ശല്യമാകത്തില്ലെങ്കിൽ ഞാനും കൂടെ വന്നോട്ടെ എന്ന് ഹാജിൻ ചോദിക്കും. പറ്റത്തില്ല എന്ന് പറയാനായിട്ട് ജംഹൂണിന് അവസരം കിട്ടുന്നില്ല. അങ്ങനെ അവർ മൂന്നുപേരും ഒരു ടേബിളിലിരിക്കും. ഹാക്കിങ്ങും റിപ്പോർട്ടർ ജോയും കൂടി ഇപ്പുറത്തിരിക്കുകയാണ്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു റിപ്പോർട്ട് എഴുതാനുണ്ടായിരുന്നു, അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ഡോക്ടർ യുവിൻ്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണണമെന്ന് പറഞ്ഞത്. പക്ഷെ വന്ന സമയം ശരിയായില്ലെന്ന് തോന്നുന്നു, അവരുടെ കൂട്ടത്തിൽ വരാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഇവനിങ്ങനെ പറയുമ്പോൾ ഇപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലായത് താൻ വളരെ സ്ലോ ആണല്ലോ, നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇയാൾ വരാതിരിക്കരുതായിരുന്നോ എന്നൊക്കെ ഇവള് ചോദിക്കും. ഹാജിൻ ഒന്നും സംഭവിക്കാത്തതുകൊണ്ട് സാധാരണ പോലെയാണ് സംസാരിക്കുന്നത്. നമ്മൾ എത്ര കാലമായി കണ്ടിട്ടല്ലേ ഡോക്ടർ യു, 5 വർഷത്തോളമായി എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ആദ്യം ഗ്രീറ്റ് ചെയ്യും. ഇങ്ങനെ ഒന്നിച്ച് കണ്ടുമുട്ടുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. എന്നിട്ട് ആങ്കർ ലീഡ് എടുത്ത് പറയും, ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു എൻ്റെ ഒരു കണ്ടീഷനെ പറ്റി, അന്ന് എന്നെ ചികിത്സിച്ചത് ഡോക്ടർ യു ആണ്,
അതിനുശേഷം എനിക്ക് കോണ്ടാക്ട് നഷ്ടപ്പെട്ടു. ആളുകൾ ആ കാര്യം അറിയുന്നത് അത്ര നല്ല കാര്യമല്ലല്ലോ. പിന്നീട് ഞാൻ ആക്ടിങ്ങിലേക്ക് വന്നു. അങ്ങനെ പിന്നെ ഡോക്ടറിനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 വർഷമായി എന്നൊക്കെ പറയും. അപ്പൊ അവളുടെ അടുത്ത് നിന്ന് കേൾക്കുന്ന കൂട്ട് ആങ്കർ ലീന്ന് കേട്ടോണ്ടിരിക്കും. നിങ്ങൾ തമ്മിൽ യാതൊരു സാമ്യവും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ഫ്രണ്ട്സ് ആയി? ഒരുപാട് കാലമായിട്ട് അറിയാമോ? എന്നു മുതൽ അറിയാം എന്നൊക്കെ ഇവള് ചോദിക്കുമ്പോൾ ചെറുതിലേ മുതൽ അറിയാം, 11 വയസ്സ് മുതൽ അറിയാം എന്നാണ് ഇവര് മറുപടി പറയുന്നത്. ഇവരുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ രണ്ടുപേരും ക്ലോസ് ആണെന്ന് ഹാജന് മനസ്സിലാവും. നമ്മൾ ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണം, പറ്റുമോ എന്നുള്ള ആങ്കർ ലീഡ് എടുത്ത് ചോദിക്കും. അവൻ സമ്മതിക്കും. അവർ മീറ്റ് ചെയ്യുന്നുണ്ട്. ഹാജൻ പറയുന്നത്, ഇയാളെ ഇനി കാണുമ്പോൾ എങ്ങനെ ഫേസ് ചെയ്യണമെന്നോ ആദ്യം എന്ന് പറയണമെന്നോ എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ചോദിക്കും, ഞാൻ ഡോക്ടർ യുവിന്റെ പേഷ്യന്റ് ആയിരുന്നു എന്ന് അറിയാമോ? എനിക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് അറിയായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അറിയായിരുന്നു എന്ന് പറയും. അതുകൊണ്ടാണ് എന്നോട് അത്രയും നന്നായിട്ട് പെരുമാറിയത്. നിങ്ങൾക്ക് എന്നോട് സഹതാപമായിരുന്നോ എന്ന് ചോദിക്കും. എനിക്ക് സഹതാപമൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അവൾക്ക് വിശ്വാസമില്ല. അവൾ വീണ്ടും അങ്ങനെ തന്നെ ചോദിക്കുമ്പോഴത്തേക്കും പിറ്റി ചെയ്യാനും മാത്രമുള്ള കണ്ടീഷനൊന്നും ഇയാൾക്കില്ല, പിന്നെ ഞാൻ അതിനുള്ള പൊസിഷനിലും അല്ല, എനിക്കും എൻ്റെതായുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് അവൻ പറയും. ഇയാളെ മനസ്സിലാക്കാൻ പാടാണെന്നാണ് അവളുടെ ഹാജൻ തിരിച്ചു പറയുന്നത്. ഇയാളോട് എന്ത് ചോദിച്ചാലും സത്യം പറയുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും എന്തൊക്കെയോ ഒളിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പലതും പറയാതെ വിടുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എനിക്കത് ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും വീണ്ടും ഇനിയും കാര്യങ്ങൾ അറിയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ടെന്നാണ് അവൾ നേരം പറയുന്നത്. അതിന് ആങ്കർ ലീ മറുപടി ഒന്നും പറയത്തില്ല. ഹാജൻ എന്നിട്ട് ടേയൂണിനെ വിളിക്കും. പഴയ നമ്പർ തന്നെയാണല്ലോ, ഇതുവരെ നമ്പർ ഒന്നും മാറ്റിയിട്ടില്ലല്ലോ. മുമ്പേ കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ റീയൂണിയൻ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല, ഞാൻ ഷോക്ക്ഡ് ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവള് വിളിക്കുന്നത്. രണ്ടുപേരും കൂടി വീണ്ടും മീറ്റ് ചെയ്യും. നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആയതുകൊണ്ട് എന്നെപ്പറ്റി ഒരുപാട് സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ, എന്താണ് ആങ്കർ ലീ എന്നെപ്പറ്റി പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ടേയൂണൊന്നും പറയത്തില്ല. നല്ലതൊന്നും അല്ല പറഞ്ഞതെന്ന് ഞാൻ ഗസ് ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ആങ്കർ ലീയെ ഇഷ്ടമാണ്, പക്ഷെ എൻ്റെ ഫീലിങ്സ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്താണ് കാര്യം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ അടുത്ത് നന്നായിട്ടൊക്കെയാണ് സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നത്, പക്ഷെ എന്നെ അകറ്റി നിർത്തുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അതിന്റെ റീസൺ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ഹാജൻ പറയും. എന്നാൽ ഒന്നുകൂടി ആലോചിക്കുമ്പോൾ എനിക്ക് അതിന്റെ റീസൺ മനസ്സിലാവുന്നുണ്ട്. അതിന് കാരണം ഡോക്ടറാണെന്ന് പറയും. ഞാനോ അവൻ ചോദിക്കുന്നുണ്ട്, പണ്ട് എന്നെ ചികിത്സിച്ചിരുന്ന സമയത്ത് എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയുമായിരുന്നു. ആ സമയത്ത് ഇതുപോലെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ഒരു കണ്ടീഷൻ ഉണ്ട്, ഒന്നും മറക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആങ്കർ ലീയെ പറ്റിയല്ലേ എന്ന് ചോദിക്കും. അപ്പൊ അവന്റെ മുഖം മറന്നു കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഡോക്ടറുടെ മുഖത്ത് നിന്ന് തന്നെ എനിക്കത് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. എന്തായിരുന്നു ആ കണ്ടീഷന്റെ പേരെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അങ്ങോട്ടേക്ക് അസുഖത്തിന്റെ പേരൊക്കെ ഓർത്തെടുത്ത് ചോദിച്ചുറപ്പിക്കും. അപ്പം ടേയൂണിന് ഇതെല്ലാം സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. കാരണം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെല്ലാം മറന്നു പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു കാര്യം മാത്രം അവള് കൃത്യമായിട്ട് ഓർത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവക്കും അങ്ങനെ ഒരു കണ്ടീഷനാണ്. അങ്ങനത്തെ അല്ലെങ്കിലും ഓപ്പോസിറ്റ് ആണെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ട്, അതുപോലെ വേറൊരാളും കൂടി ഉണ്ടെന്ന് കേട്ടതുകൊണ്ടാണ് അവളത് ഓർത്തു വെച്ചിരുന്നത്. ഹാരിൻ വീട്ടിൽ വന്നിട്ട് ഈ അസുഖത്തെ പറ്റി സെർച്ച് ചെയ്ത് നോക്കും. അസുഖം ഭേദമാക്കാൻ പറ്റിയ ചികിത്സകളൊന്നും ഇല്ല എന്ന് അവൾക്ക് മനസ്സിലാവും. ആങ്കർ ലീയുടെ അന്നത്തെ സെഗ്മെന്റ് കഴിയുമ്പോൾ തന്നെ ടേയൂൺ അവനെ കാണാനായിട്ട് വരും. എന്റെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായി, എന്നോട് ക്ഷമിക്കണം. ഹാദിന് നിന്റെ അസുഖത്തെ പറ്റി അറിയാം, പണ്ട് ചികിത്സിച്ചിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞതാണ്, പക്ഷെ അത് ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും. എനിക്ക് ഇങ്ങനെ ഒരു അസുഖമുള്ളത് നിന്റെ തെറ്റല്ലല്ലോ, പിന്നെ അത് എല്ലായിടത്തുനിന്നും എല്ലാ കാലവും ഒളിച്ചു വെക്കാനും പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് അതിനെപ്പറ്റി ആലോചിക്കണ്ട. പക്ഷെ ഹാദിനെ പറ്റി പറയൂ, എന്തുകൊണ്ടാണ് അവളുടെ ഓർമ്മയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് അവൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സ്വന്തം കണ്ടീഷനെ പറ്റി ഏത് എക്സ്റ്റെന്റ് വരെ അവൾക്ക് അറിയാമെന്ന് ജംഗ്ഹൂൺ ചോദിക്കും. ഹാദിന് ഒരു മോട്ടോർ സൈക്കിൾ ആക്സിഡന്റിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബോധം പോയി. കുറെ നാളിന് ശേഷം ഉണർന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് അവളുടെ മെമ്മറീസ് ഒക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് അവൾ മനസ്സിലാക്കി വെച്ചേക്കുന്നത്. വേറെ ഒന്നും അവൾക്ക് അറിയത്തില്ല. അവള് നിന്നോട് അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. പറഞ്ഞിട്ടുണ്ട്, നോർമൽ അല്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ആള് കൺഫ്യൂസ്ഡ് ആണ്, എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഓർക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു എന്ന് പറയും. എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്ന് ടേയൂൺ ചോദിക്കുമ്പോഴത്തേക്കിനും അത് അവൾക്ക് മറ്റാരും അറിയരുതെന്ന് ഹാദിന് നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് നിന്നോട് പറയുന്നതെന്ന് അവൻ ചോദിക്കും. എന്നാലും എന്നോട് പറയായിരുന്നു, ഞാൻ അവളുടെ ഡോക്ടർ ആയിരുന്നല്ലോ. എനിക്കിപ്പോൾ പേടിയുണ്ട് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന്. എപ്പോഴെങ്കിലും ഹാദിൻ സെയൂണിനെ ഓർക്കുവാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് എനിക്ക് പറയാനായിട്ട് പറ്റത്തില്ല എന്ന് ടേയൂൺ പറയും. എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ്, രണ്ടുപേരും വേദനിക്കുന്നത് കാണാനായിട്ട് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കും ഹാദിൻ വേദനിക്കുന്നത് കാണുന്നത് ഇഷ്ടമല്ല, ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടെന്ന് ജംഗ്ഹൂണും ടേയൂണിൻ്റെ അടുത്ത് പറയും.